പൂവിൻ്റെ കായൽ കരയിൽ തനിയെ തേങ്ങുന്നു. ആരാരുമില്ല കൂടെ ഇരുളായി മാറും വിധിയിൽ ഉതിരുന്ന ബാഷ്പധാരയിൽ നിറഞ്ഞു നിൻമുഖം. ഇനി ഏതു തീരമേകിടും വിമുഖ സാന്ത്വനം. മഴനീർ മണി പോൽ ഹൃദയം ശിഥിലം. 1964 ഒക്ടോബർ മാസം 9-ാം തീയതി തിരുനഗര ക്ഷേത്ര മൈതാന നഗരിയിൽ ഈ പ്രസ്ഥാനം രൂപം കൊണ്ടിട്ടുണ്ടെങ്കിൽ നാളിതുവരെ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തന പടവുകൾ നോക്കുമ്പോൾ ആരുടെ മുമ്പിൽ തലകുനിച്ചു കൊടുത്ത ഒരു പാരമ്പര്യം കേരള കോൺഗ്രസ് പാർട്ടിക്ക് ഇല്ല. കേരള കോൺഗ്രസ് പാർട്ടിയുടെ പാരമ്പര്യം എന്ന് പറയുന്നത് അത് തന്റെ ഇടത്തോടെ മുഖത്ത് നോക്കി കാര്യം പറയേണ്ടി വന്നാൽ അത് UDF ആയിക്കൊള്ളട്ടെ, LDF ആയിക്കൊള്ളട്ടെ, മുന്നണി ഏതുമായിക്കൊള്ളട്ടെ, പറയാനുള്ളത് പറയുവാനും മലനാടും ഇടനാടും തീരദേശം ഒരുപോലെ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുടെ മുമ്പിൽ ഈ പാർട്ടിക്കും ഈ പാർട്ടിയുടെ നേതാക്കന്മാർക്കും ശക്തമായ ശബ്ദമായിട്ട് മാറുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, നിങ്ങൾ പ്രാദേശിക തലങ്ങളിൽ ഈ പ്രസ്ഥാനത്തിന് ഒരു വേര് പാകുന്നവരായിട്ട് മാറണം. ഈ പ്രസ്ഥാനത്തിൻ്റെ മുഖമായിട്ട് നിങ്ങൾ പ്രാദേശിക തലങ്ങളിൽ മാറണം. അതിനുവേണ്ടിയുള്ള ഒരു ശ്രമമാണ് ഈ മാണിസം നിങ്ങളെ പരിചയപ്പെടുത്തുക എന്ന് പറയുന്നത്. ഒരു വ്യക്തിയെ സ്വാധീനമുള്ള വ്യക്തിയാക്കി മാറ്റുന്നത് ആ വ്യക്തി ജീവിച്ചിരിക്കുന്ന കാലയളവിൽ അയാളുടെ ആ ഒരു വര, ആ ലൈഫ് സ്പാൻ എത്രമാത്രം തിളക്കമുള്ളതാക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് കെ മാനസാറിന്റെ പേരിൽ മാണിസം യൂത്ത് എൻക്ലേവ് എന്ന പേരിൽ നമുക്കിത് ആഘോഷിക്കുവാനും അല്ലെങ്കിൽ ഇതിനെ കൊണ്ടാടുവാനും ഇതിനെ പ്രഘോഷിക്കുവാനും കഴിയുന്നത് തിളക്കമുള്ള ഒരു വരയുടെ ഉടമയായതുകൊണ്ടാണ്. മാണിസാർ എന്നോട് പറയാണ്, 64-ലൊക്കെ നമുക്ക് കൊടിമരം മേടിക്കാൻ കാശില്ല, അന്ന് പറമ്പിലെ ഏറ്റവും വലിയ കവുങ്ങ് വേണ്ടി തരും. ചേട്ടൻ എത്ര വികാരപരമായിട്ടാണ് ആ മനുഷ്യൻ സംസാരിക്കുന്നത്. ഹൃദയത്തിൽ നിന്നാണ് നമുക്ക് മനസ്സിലാവും. ഇങ്ങനെ ഹൃദയം കൊണ്ട് സ്വന്തം ജനത്തെ സ്നേഹിക്കാനുള്ള ഒരു കഴിവുണ്ടാകുമ്പോഴാണ് നിങ്ങൾക്ക് ഹൃദയങ്ങളിൽ തെരഞ്ഞെടുപ്പ് ഒരു ചിലപ്പോൾ നിങ്ങൾ ജയിച്ചില്ലെന്ന് വരും, പക്ഷേ നിങ്ങൾക്ക് ഹൃദയത്തിൽ ഇടമുണ്ടാകും. അതുകൊണ്ട് മാത്രമായില്ലല്ലോ എന്ന് പറയരുത്. അതാണ് ഒന്നാമത് പൊതുപ്രവർത്തനം ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് പാലായിൽ അദ്ദേഹത്തെ ആർക്കും തോൽപ്പിക്കാൻ സാധിച്ചില്ല. കാറൽ മാർക്സും ഫ്രെഡറിക് എംഗൽസും ചേർന്ന് ദാസ് ക്യാപിറ്റൽ എഴുതി ആ മൂലധനം എന്ന ഗ്രന്ഥം മാർക്സിസം എന്ന വലിയൊരു തത്വശാസ്ത്രമായി ലോകമെമ്പാടും അംഗീകരിക്കപ്പെട്ടു പോയ ഒരു കാലഘട്ടത്തിൽ ഏതാണ്ട് അതിനോട് കിടപടിക്കുകയോ അല്ലെങ്കിൽ അതിന്റെ പോലും ചില ന്യൂനതകളെ പരിഹരിക്കുകയോ ചെയ്യുന്ന ഒരു ദർശനം കേരളത്തിന്റെ അതിർത്തിക്കുള്ളിൽ പോലും വേണ്ടത്ര ചർച്ച ചെയ്യപ്പെടാതെ പോയൊരു ഘട്ടത്തിൽ അതിനെ മാണിസം എന്നൊരു പുനരവതരണത്തിന് വേദിയൊരുക്കി കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ വ്യതിരിക്തമായ ഒരു ഏട് എഴുതി ചേർക്കാൻ 6 പതിറ്റാണ്ട് ഈ പാർട്ടി പൂർത്തീകരിക്കുമ്പോൾ യൂത്ത് ഫ്രണ്ടിന് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഈ കോൺക്ലേവിന്റെ ഏറ്റവും വലിയ പ്രസക്തി. ഈ മനുഷ്യൻ ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ കർമ്മമണ്ഡലത്തിൽ എന്തൊക്കെയാണ് ചെയ്തത്? നമുക്ക് കിട്ടുന്ന മണ്ഡലം ഭംഗിയായിട്ട് ഉപയോഗിക്കണം. ഇന്നത് കിട്ടിയില്ല എന്ന് കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. മാണിസാറിന് ആഭ്യന്തരം കൈകിട്ടി, ഫൈനാൻസ് കൈകിട്ടി, റവന്യൂ കിട്ടി, ഫോറസ്റ്റ് കിട്ടി, ഇറിഗേഷൻ കിട്ടി. ഈ 5 വകുപ്പാണ് മാണിസാറിന് കിട്ടിയിട്ടുള്ളത്. ഈ ഓരോ വകുപ്പിലും മാണിസാറ് അത്ഭുതങ്ങൾ ചെയ്തു. കാരുണ്യ ലോട്ടറി തുടങ്ങി,
അതിൻ്റെ വരുമാനത്തിന് നിശ്ചിത ശതമാനം പാവപ്പെട്ട രോഗികൾക്ക് ക്യാൻസർ ചികിത്സയ്ക്കും കിഡ്നി മാറ്റിവെക്കലിനും ഒക്കെ ഇടങ്ങൾ ചെലവാക്കി. അത് ആശുപത്രികളെ മെച്ചപ്പെടുത്താൻ ഉപയോഗിച്ചു. രോഗികൾക്ക് സൗജന്യമായി മരുന്ന് കൊടുക്കാൻ ആ പദ്ധതി ഉപയോഗിച്ചു. കേരളത്തിൻ്റെ ആരോഗ്യ രംഗത്തെ മെഡിക്കൽ മന്ത്രി അല്ലാതിരുന്ന കെ.എം. മാണി സാറ് കേരളത്തിൻ്റെ ആരോഗ്യ രംഗത്തെ രക്ഷിച്ചു. സഹാനുഭൂതി വേണ്ടവരോട് സഹാനുഭൂതി കാണിക്കുക, അത് കെ.എം. മാണി സാറിൻ്റെ ആദർശപരമായിട്ട് ഞാൻ നെഞ്ചിലേറ്റിയ മറ്റൊരു ആദർശമാണ്. നമ്മുടെ കേരളത്തിൻ്റെ വളർച്ചയിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത് ഒരു മിഡിൽ ക്ലാസ് ആണ്, ഒരു മധ്യവർഗമാണെന്നുള്ള കാര്യം സംശയം. ആ മധ്യവർഗത്തിൻ്റെ യാത്രയാണ് കേരളത്തെ ഊർജ്ജസ്വലമാക്കുന്നത്. കാലങ്ങൾക്ക് മുമ്പേ തിരിച്ചറിഞ്ഞ രാഷ്ട്രീയ നേതാവാണ് കെ.എം. മാണി സാർ. അവിടെയാണ് യഥാർത്ഥ അദ്ദേഹത്തിൻ്റെ പ്രസക്തി എന്ന് പറയുന്നു. സത്യത്തിൽ മാണി സാറാണ് ബഡ്ജറ്റ് എന്താണ് പഠിപ്പിച്ചതും ബഡ്ജറ്റെക്കുറിച്ച് പഠിക്കാൻ എന്നെ പ്രേരിപ്പിച്ച ഒരാൾ. അങ്ങനെ ഒരുപാട് പറയാനുണ്ട്. ഒരുപാട് സന്തോഷം. ഈ ചർച്ചകൾ സജീവമാകട്ടെ. സഫാരിയുടെ ഓഫീസും മാണി സാറിൻ്റെ വീടുമായിട്ട് ഒരു 1/2 കിലോമീറ്ററിന് ദൂരമുണ്ട് മാണി സാറിൻ്റെ തറവാട്. അപ്പോൾ മാണി സാറ് മരങ്ങാട്ടുപള്ളിക്കാരൻ എന്ന നിലയിൽ ബാല്യകാലം മുതലേ ഞങ്ങൾ അഭിമാനിക്കുകയും മരങ്ങാട്ടുപള്ളിയിലെ അല്ലെങ്കിൽ ഞങ്ങളുടെ നാട്ടിലെ ഏത് സംരംഭത്തിനും ഏത് കാര്യത്തിനും ഒരു മരണത്തിലും വിവാഹത്തിലും മാമോദീസയിലും അല്ലെങ്കിൽ എന്തിലും ഒരു ചെറിയ പലചരക്കട ഒരാൾ ആരംഭിച്ചാൽ പോലും ആദ്യം ചെന്ന് പറയുന്ന മാണി സാറിൻ്റെ അടുത്തായിരിക്കും. അപ്പോൾ അത്തരത്തിൽ ആളുകളെ സ്വാധീനിക്കുന്ന ഒരു വലിയൊരു ശക്തി കേന്ദ്രമാണ് മാണി സാറ്. മാണി സാർ എന്നെ കണ്ടാൽ ഉടനെ വിളിക്കും, ഇങ്ങ് വന്ന് ചേർത്ത് നിർത്തും. എന്നിട്ട് എൻ്റെ അടുത്ത് പറയും, കഴിഞ്ഞ ആഴ്ച സ്വിറ്റ്സർലൻഡിന് ഞാൻ സഞ്ചാരം കണ്ടായിരുന്നു കേട്ടോ, ഗംഭീരമായിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച പോയ സ്വിറ്റ്സർലൻഡിലെ സംപ്രേഷണം ചെയ്ത സഞ്ചാരം അദ്ദേഹം കണ്ടുവെന്നും അത് ഗംഭീരമായെന്നും ഒരു 25 വയസ്സുകാരനോട് തോളൽ കൈയിട്ട് പറയുന്ന ഒരു വ്യക്തിബന്ധം, ആ ഒരു ഊഷ്മളത, ആ ഒരു ഹൃദയസ്പർശം ശരിക്കും പറഞ്ഞാൽ ഒരു സംരംഭകന് അല്ലെങ്കിൽ ഒരു നേതാവിന് വളരെ ആവശ്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പ്രതീക്ഷ, ഒരു നാടിനെ കുറിച്ചുള്ള പ്രതീക്ഷ, അതാണ് ഏറ്റവും പ്രധാനം. അങ്ങനെ പ്രതീക്ഷ നൽകുന്ന ഒരു സംഘമായി യൂത്ത് ഫ്രണ്ട് മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. പ്രതീക്ഷ നൽകുന്നവരുടെ ഒരു കൂട്ടായ്മയായി നിങ്ങൾ മാറണം. കേരളത്തിന് ഭാവിയെക്കുറിച്ച് പ്രതീക്ഷ നൽകുന്ന ഒരു സംഘടനയായി യൂത്ത് ഫ്രണ്ട് മാറട്ടെ. മാണി സാറ് ചരിത്രം സൃഷ്ടിച്ച ഒരു വ്യക്തിയായിരുന്നു. ചരിത്രം രചിച്ച ആളായിരുന്നു. സ്വയം ചരിത്രമായ ആൾ, ചരിത്രം എഴുതിയ ആൾ. അങ്ങനെ ഒരു വ്യക്തിയുടെ ആളിൻ്റെ ആ രാഷ്ട്രീയത്തെയും ആശയങ്ങളെയും ഒരു വാക്കിൽ നമ്മൾ പ്രയോഗിക്കുമ്പോൾ മാണിസം എന്ന ആ അനുഭവത്തെ നമ്മൾ ആവിഷ്കരിക്കുമ്പോൾ ഇവിടെ ഒരു ചരിത്രം രൂപപ്പെടുകയാണ് മാണിസം എന്നുള്ളൊരു ചരിത്രം. കാരണം അത്രമാത്രം പറഞ്ഞാലും തീരില്ല മാണിസം എന്നുള്ളത്. ഒരു സമൂഹത്തിന്റെ യാഥാർത്ഥ്യങ്ങളെ തൊട്ടറിഞ്ഞ അതിന് പരിഹാരം കാണുന്ന ഒരു പ്രത്യയശാസ്ത്രമാണ് ചുരുക്കത്തിൽ പറഞ്ഞാൽ മാണിസം. കേരളത്തിലെ വന നിയമം കേരളത്തിലെ കർഷകർ ദോഷമാണ്. അത് കേരള കോൺഗ്രസ് പാർട്ടിയുടെ ആവശ്യമാണ്. ഇത് ഈ നിയമസഭയിൽ കൊണ്ടുവരാൻ പാടില്ല എന്ന് ശക്തമായി പറഞ്ഞപ്പോൾ
കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞു, അത് നമുക്ക് പരിഗണിക്കാം. ജനങ്ങൾക്ക് ദോഷമുണ്ടാകുന്ന ഒരു കാര്യവും ഈ സർക്കാർ ചെയ്യത്തില്ലെന്ന് പ്രിയപ്പെട്ട പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി കയ്യിൽ പിടിച്ച് കേരളത്തിലെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ പറഞ്ഞെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള ചേതക ശക്തി മാണി സാറാണ്, കേരള കോൺഗ്രസ് പാർട്ടിയാണ്. സ്റ്റാർട്ടപ്പുകളുടെ കാലമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഭംഗിയായി നന്നായി സ്റ്റാർട്ടപ്പുകൾ പ്രവർത്തിക്കുന്നത് കേരളത്തിലാണ്. ആ ആശയം ആദ്യമായി കേരളത്തിന് സംഭാവന ചെയ്തത് ബഹുമാനായ കെ.എം. മാണി സാറാണ്. മാണിസം എന്ന് പറയുന്നത് ജനങ്ങളുടെ ക്ഷേമമാണ്. അത് കർഷകർക്കും തൊഴിലാളികൾക്കും ചെറുകിട കച്ചവടക്കാർക്കും എല്ലാവർക്കും ക്ഷേമം കൊണ്ടുവരുവാനുള്ള മാണി സാറിൻ്റെ പ്രത്യയശാസ്ത്രമാണ്. ആ പ്രത്യയശാസ്ത്രം ഏറ്റെടുത്ത് മുമ്പോട്ട് പോകാൻ, കേരള കോൺഗ്രസ് പാർട്ടിയെ ശക്തിപ്പെടുത്താൻ യൂത്ത് ഫ്രണ്ട് യുവജനങ്ങൾ മുമ്പോട്ട് വരണം. കെ.എം. മാണി സാർ നമുക്ക് ഇന്നലകളിലും ഇന്നിലും വരും കാലത്തും നമുക്ക് മാർഗതാരകമേകുന്ന പ്രകാശമാണ്. മാണിസം എന്ന ഒരു പുതിയ വാക്ക് ചരിത്രത്തിനൊപ്പം നടക്കുന്നവരല്ല, ചരിത്രം സൃഷ്ടിക്കുന്നവരാണ് യുവതലമുറ എന്ന് യൂത്ത് ഫ്രണ്ടിന് തെളിയിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. അതിന് തുടർച്ചയുണ്ടാകട്ടെ. തൊഴിലാളി വർഗത്തെയും കർഷക വർഗത്തെയും ഒരുമിച്ച് ചേർത്ത് ഒരേപോലെ നിർത്തിയൊരു നേതാവ് ഇന്ന് കേരള രാഷ്ട്രീയത്തിലും ലോകത്തെവിടെയും എടുത്ത് പരിശോധിച്ചാൽ കാണാൻ കഴിയുന്ന ഒരു സിദ്ധാന്തത്തിന്റെ ഉടമയായ ഒരേ ഒരു വ്യക്തി, അത് നമ്മുടെ നേതാവ് കെ.എം. മാണിയാണെന്ന് അഭിമാനത്തോടെ പറയാൻ കഴിയണം. യൂത്ത് നേതൃത്വം ചലഞ്ചബിൾ നേതൃത്വമാകണം. അഭിപ്രായം പറയാൻ പഠിക്കുന്നവരും അഭിപ്രായം പറയുന്നവരുമാകണം. നീതിക്ക് വേണ്ടി നിൽക്കുന്നവരാകണം. പാർട്ടിയെ സഹായിക്കുന്നവരും പാർട്ടിക്ക് ഊറ്റമായ പിന്തുണ നൽകുന്നവരുമാകണം. ആത്മാർത്ഥതയിലും വിശ്വസ്തയിലും അചഞ്ചലമായ നിലപാടുകൾ സ്വീകരിച്ച് കേരള കോൺഗ്രസിന്റെ ഭാവി വളർച്ചയെ നിങ്ങൾ നൽകുന്ന ഏറ്റവും വലിയ കരുത്താണ് ഈ യൂത്ത് കോൺക്ലേവ് ഞാൻ വിശ്വസിക്കുന്നു. ഈ മാണിസം യൂത്ത് കോൺക്ലേവ് എന്ന പേരിട്ടപ്പോൾ കമ്മ്യൂണിസം സോഷ്യലിസം പോലെ മാണിസം തീർച്ചയായും വിദ്യാർത്ഥികൾക്ക് പഠന വിഷയമാകേണ്ട വിഷയമാണ്. ഇത്തരത്തിലുള്ള പുതിയ ആശയം ഒരു പ്രത്യേക ക്ലാസ്, പ്രത്യേക വിഭാഗം, വേദനിക്കുന്ന ബുദ്ധിമുട്ടുന്ന വിഭാഗത്തിന് വേണ്ടി ഒരു സിദ്ധാന്തം രൂപീകരിച്ച ബഹുമാനായ മാണി സാറിൻ്റെ പേരിൽ അങ്ങനെ ഒരു ക്യാമ്പ് യൂത്ത് ഫണ്ട് സംഘടിപ്പിച്ചത് തീർച്ചയായും സന്തോഷകരമാണ്. മാണിസം എന്ന് പറയുന്നത് അടിസ്ഥാന വർഗത്തിനും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും സാമൂഹിക ക്ഷേമവും പരിരക്ഷയും കരുണയും സ്ഥിരതയും ഉറപ്പുവരുത്തുന്ന വികസന സാമ്പത്തിക നയവും വീക്ഷണവും അതോടൊപ്പം രാഷ്ട്രീയവുമാണ് മാണിസം എന്ന് പറയുവാനായിട്ട് ഈ വേദിയിൽ ഞാൻ ആഗ്രഹിക്കുകയും, ഈ പ്രസ്ഥാനം തന്നെയും തീർന്നു പോകുമെന്ന് പറഞ്ഞവർക്കൊക്കെയും അവരുടെ മുന്നിലേക്ക് കാലാതീതനാണ് കെ.എം. മാണി എന്ന് പറയുന്ന ഞങ്ങളുടെ നേതാവ് എന്ന് വിളിച്ചു പറയുന്ന വിധത്തിൽ മാണിസം എന്നൊരാശയം ഈ നാടിന്റെ, ഈ മണ്ണിന്റെ, ഈ നാട്ടിലെ ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് അഴിച്ചുവിട്ടപ്പോൾ അത് സർവരും ഏറ്റെടുക്കുന്ന സുന്ദരമായ ഒരു കാഴ്ച ഇന്നിവിടെ കാണുക. ഈ സംഘടനയുടെ താഴെത്തട്ടിലുള്ള മണ്ഡലം ഭാരവാഹികൾ മുതൽ അങ്ങോട്ടുള്ള ആളുകൾക്ക് വലിയ ആവേശമാകുന്ന വിധത്തിലേക്ക് നമുക്കത് ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഇന്നത് സാധിക്കുന്നുണ്ട് എങ്കിൽ അതിന് ഒരേ ഒരു കാരണം എന്തെന്നറിയാമോ? ആ പാർട്ടിക്ക് ഇന്ന് നേതൃത്വം നൽകുന്നത് പ്രിയങ്കരനായ പാർട്ടി ചെയർമാൻ കെ.എം. മാണി സാറിന്റെ മകൻ ബഹുമാന്യനായ ജോസ് കെ മാണി സാർ തന്നെയാണ് എന്നുള്ളത് തന്നെയാണ്. നമ്മുടെ ഒരു സാധാരണക്കാരന്റെ ജീവിത പ്രശ്നങ്ങൾ പെട്ടെന്ന് പറയുമ്പോഴും അതിനൊരു ക്വിക്ക് റെമഡി, യാതൊരുവിധ പ്രൊസീജറൽ കോംപ്ലിക്കേഷൻസും ഇല്ലാതെയുള്ള ഒരു ക്വിക്ക് റെമഡിയാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ തിയറി ഓഫ് ടോയിലിംഗ് ക്ലാസ് എന്ന സിദ്ധാന്തം മനസ്സിലാക്കുവാൻ നമ്മുടെ വീട്ടിലേക്ക് നോക്കിയാൽ മതി, നമ്മുടെ അയൽപക്കത്തേക്ക് നോക്കിയാൽ മതി, നമ്മുടെ സമൂഹത്തിലേക്ക് നോക്കിയാൽ മതി. അപ്പൊ അത്രയും സാധാരണക്കാരായ ജനങ്ങളുമായി ബന്ധപ്പെടുത്തിയുള്ള ഒരു സാമ്പത്തിക തിയറി അത് നമ്മുടെ സ്വന്തം നാട്ടിൽ നിന്ന് വന്നു എന്നത് നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. കമ്മ്യൂണിസം, സോഷ്യലിസം, ലെനിനിസം ഒക്കെ പഠിച്ചവരാണ്. അതുപോലെ നമ്മുടെ നാടിന്റെ ഒരു കോണ്ടെക്സ്റ്റിൽ ഉരുത്തിരിഞ്ഞ നമ്മുടെ സ്വന്തം നാട്ടിൽ നിന്ന് ഉത്ഭവിച്ച ഒരു തിയററ്റിക്കൽ പ്രൊപ്പോസിഷനായ മാണിസവും നാളത്തെ സിലബസിന്റെ ഭാഗമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അനേകർ നമുക്ക് ചുറ്റും കരയുന്നവരുണ്ട്. കരയുന്നവരുടെ കണ്ണുനീരൊപ്പാനിടയാകുക, കരയുന്നവരുടെ കരയാനിടയാകുക.
ഒരാളെ ഒന്ന് സഹായിക്കാൻ കഴിയുമെങ്കിൽ സഹായിക്കാനിടയാവുക. പ്രിയപ്പെട്ട മാണിസാറും ഈ പാർട്ടിയും എല്ലാം അനേകരെ സഹായിക്കുന്നുണ്ട്, എനിക്കറിയാം. ഞാൻ മാണിസാറിനെ നേരിട്ട് കണ്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരു കരുണാസമ്പന്നനായ മനുഷ്യനായിരുന്നു അദ്ദേഹം എന്ന് എനിക്കറിയാം. ഞാൻ എൻ്റെ ജീവിതത്തിലെ ആഗ്രഹം കരയുന്നവരോട് കരയുക, അനേകരുടെ കണ്ണീര് തുടയ്ക്കാൻ ഇടയാകുക. എന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു ദിവസം എല്ലാം വിട്ടിട്ട് ഞാൻ അക്കരെ നാട്ടിലേക്ക് പോകും. അന്ന് എനിക്ക് ഈ വാച്ച് പോലും എൻ്റെ മക്കൾ തന്നുവിടുകയില്ല. ഈ ഭൂമിയിൽ വെച്ച് ചെയ്യാൻ പറ്റുന്ന ഉപകാരങ്ങളെല്ലാം ചെയ്യാൻ ഇടയാകുക. രണ്ട് ക്വാളിറ്റീസാണ്. ഒന്ന് വിഷൻ, അതായത് ഒരു പദ്ധതി ഉണ്ടാക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തൊരു കാര്യങ്ങൾ ഉണ്ടാക്കുമ്പോഴുള്ള ഒരു വിഷൻ. രണ്ടാമത്തത് സംസാരിക്കുമ്പോഴുള്ള ക്ലാരിറ്റി. മാണിസാർ സംസാരിക്കുന്നത് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. ഈ ക്ലാരിറ്റി, വിഷൻ, ഇത് രണ്ടും ഓൺട്രപ്രണേഴ്സിന് വേണ്ട ഒരു വലിയ ക്വാളിറ്റിയാണ്. മാണി വിഭാഗവും ഇത്തരത്തിലുള്ള ഒരു ഒരു എന്റർപ്രണർഷിപ്പ് അല്ലെങ്കിൽ ഇതുപോലുള്ള ഒരു സമ്മിറ്റുമായിട്ടുള്ള എന്താണ് ബന്ധം എന്ന് ഞാൻ ആലോചിച്ചു. പിന്നെയാണ് ഞാൻ ആലോചിച്ചത്, ഇപ്പം നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തിലൊക്കെ ഇതുപോലുള്ള ചെറുപ്പക്കാരാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കോൺക്ലേവുകളും മറ്റും താല്പര്യമുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. മാണി സാറിനെ പറ്റി പറഞ്ഞ പോലെ തന്നെ ചിന്തയിലും അതുപോലെ തന്നെ വിഷനിലുമുള്ള ക്ലാരിറ്റിയാണ് എല്ലാവരെയും ജീവിതത്തിൽ വിജയിപ്പിക്കുന്നത്. മാണി സാറിന്റെ രാഷ്ട്രീയ ജീവിതത്തിന്റെ ഏടുകളിൽ രചിക്കപ്പെട്ടിട്ടുള്ള ചരിത്രങ്ങൾ ഒന്നൊന്നായി കൂട്ടിയോജിപ്പിച്ചുകൊണ്ടത് മാണിസം എന്ന പേരിലേക്ക് ചർച്ച ചെയ്യപ്പെടുമ്പോൾ അതൊരു ചരിത്രമാണ്. എനിക്ക് വിമർശിക്കുവാൻ പറ്റാത്ത രീതിയിൽ ഈ ക്യാമ്പില് അത് വളർന്നു വന്നിരിക്കുന്നു എന്ന് അഭിമാനത്തോടെ പറയാൻ ആഗ്രഹിക്കുക. സംവാദങ്ങളിലുള്ള ചർച്ചകളിലുള്ള കേരള യൂത്ത് ഫ്രണ്ടിന്റെ പ്രവർത്തകരുടെ അല്ലെങ്കിൽ പ്രതിനിധികളുടെ ഒരു കോൺട്രിബ്യൂഷൻ, അവരുടെ വാക്കുകൾ എത്രയോ ക്വാളിറ്റിയുള്ള ചർച്ചകളാക്കി ആ ചർച്ചകളെ മാറ്റിയത് യൂത്ത് ഫ്രണ്ടിന്റെ എത്രയോ നല്ല നേതൃത്വമുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടുത്തുന്നതാണ്. എത്രയോ ചെറുപ്പക്കാർ നാളുകളിൽ വളരെ ചിന്തിക്കുന്ന ഈ സംഘടനയ്ക്ക് കരുത്താകാൻ കഴിയുന്ന, പൊതുസമൂഹത്തിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിയുന്ന ചെറുപ്പക്കാർ കേരള യൂത്ത് ഫ്രണ്ടിനുണ്ട്. അതുപോലെ കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യാൻ കഴിയുന്ന ചെറുപ്പക്കാർ കേരള യൂത്ത് ഫ്രണ്ടിനുണ്ട്. ഇവിടെ ഇരിക്കുന്ന പലർക്കും നേതൃത്വം ഏറ്റെടുക്കാൻ കഴിയുന്നവരാണ്. ഇവിടെ ഇരുന്ന മണ്ഡലം പ്രസിഡന്റുമാരായിട്ട് വന്നവരുണ്ട്. ആ മണ്ഡലം എന്ന് പറയുന്ന പഞ്ചായത്ത്, ആ പഞ്ചായത്തിൽ ഏറ്റവും അറിയപ്പെടുന്ന ഇവിടെ സ്ത്രീക്ക് ഇത് തന്നെയാണ് പറഞ്ഞത്, ഞാനൊരു മാണിക്കാരനാണ് എന്ന് ആ പഞ്ചായത്തിൽ എന്നെ എത്ര പേരറിയും? നമ്മൾ ആത്മാർത്ഥത്തോട് നോക്കണം, ചോദിക്കണം. ഞാനൊരു കേരള കോൺഗ്രസ് എമ്മുകാരനാണ് എന്ന് ആ നമ്മുടെ പഞ്ചായത്തിൽ എത്ര പേര് നമ്മളെ അറിയും? എന്ന് നിങ്ങൾ അങ്ങനെ അറിയപ്പെടുന്നോ അന്നാണ് നിങ്ങൾ നേതാക്കന്മാരായിട്ട് ഇറങ്ങുന്നത്. മാണി സാറിനെ അംഗീകരിക്കുന്ന ഒരു നേതൃത്വത്തെ നമുക്ക് താഴെ തട്ടുകളിൽ സൃഷ്ടിച്ചെടുക്കാൻ സാധിച്ചാൽ, ഈ സംഘടനയുടെ അലകും പിടിയും മാറ്റി എഴുതുന്ന വിധത്തിലേക്ക് ഉള്ള ഒരു പ്രവർത്തനത്തിന് നമുക്ക് നേതൃത്വം നൽകാൻ സാധിച്ചാൽ, ഈ സംഘടന കേരളത്തിലെ ഒന്നാമത്തെ രാഷ്ട്രീയ യുവജന സംഘടനയാക്കി നമുക്ക് മാറ്റിയെടുത്തുന്നുള്ളൊരു ബേസ് ഇന്നിതിനുണ്ട്. ആ വിധത്തിലേക്കുള്ള ഒരു വളർച്ചയിലേക്ക് നയിക്കുന്ന ഒന്നായി നമുക്ക് ഈ മാണിസം മാറട്ടെ. ഇതിന് ഏറ്റവും ആദ്യം നന്ദി പറയേണ്ടത് ഇവിടെ എത്തിച്ചേർന്ന, ഈ ക്യാമ്പിൽ എത്തിച്ചേർന്ന ഓരോരുത്തർക്കുമാണ്. നിങ്ങളെ ഓരോരുത്തർക്കും എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു.